സോ ഇന്നൊരു ഓണപ്പരിപാടിയാണ് ഇവിടുത്തെ. ഇതിപ്പോൾ എത്രാമത്തെ ഓണപ്പരിപാടി? രണ്ടാമത്തെ ഓണപ്പരിപാടിയാണ് ഞങ്ങളുടെ. സോ പച്ചമോരാണ് ഇന്നത്തെ നമ്മുടെ ടാസ്ക്. രാവിലെ തന്നെ ഷാൻജിനെയൊക്കെ കണ്ട് കുക്ക് ചെയ്യാൻ വേണ്ടി കയറിയിരിക്കുകയാണ് ഗൈസ്. കുക്ക് ചെയ്തിട്ട് കാണാം. ഓണപ്പരിപാടിക്ക് റെഡി ആയിരിക്കുന്നു ഗൈസ്. രാവിലെ എണീച്ച് കുക്കിംഗ് എല്ലാം കഴിച്ചു. അപ്പം ഞാൻ സാരിയൊക്കെ കൊടുത്ത് സെറ്റായി. അത്യാവശ്യം നമ്മൾ സുന്ദരിയായിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു നിഗമനം. നിങ്ങൾക്ക് വീഡിയോ കണ്ടിട്ട് എന്ത് തോന്നുന്നു? എന്നാൽ എല്ലാവരും നല്ല അടിപൊളി സുന്ദരമണികളായിട്ടാണ് വന്നത്. അതിനുശേഷം തോന്നി നമ്മൾ ഹാളിലെത്തി. അത്യാവശ്യം നല്ലൊരു ഹാളായിരുന്നു. നമ്മുടെ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരം ഉണ്ടായിരുന്നുള്ളൂ. എല്ലാവർക്കും ആക്സസ് ആയിട്ടുള്ളൊരു ഹാളായിരുന്നു. സോ ഞാനിതാ ഹാളിലോട്ട് കിടക്കാൻ പോകുന്നു. തണുപ്പെല്ലാം ഉണ്ടായിരുന്നു, ബട്ട് വളരെ നല്ലതായിരുന്നു. ഓരോരുത്തരായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു. നമ്മൾ എല്ലാവരും വീടിൻ്റെ അടുത്ത് തന്നെ ആയതുകൊണ്ട് ആ സമയമായപ്പോഴാണ് എല്ലാവരും വരുന്നത്. സോ എല്ലാവരും വന്ന് പരസ്പരം പരിചയപ്പെടുകയും സംസാരിക്കും. കുറേ പേർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം, കുറച്ച് പേർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയത്തൊന്നുമില്ല. സോ അപ്പോൾ അറിയാത്തവരൊക്കെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടുകയും നമ്മൾ അറിയാവുന്നവർ തമ്മിൽ പരസ്പരമുള്ള കാര്യങ്ങളും സന്തോഷങ്ങളും ഓണത്തെക്കുറിച്ചുള്ള കാര്യങ്ങളും എല്ലാം വന്നപ്പോൾ തൊട്ട് സംസാരിച്ചുകൊണ്ട് പങ്കുവെച്ചുകൊണ്ടിരിക്കുകയാണ്. സോ നമ്മൾ ബാനർ കെട്ടുന്നു. നമ്മുടെ ഓണത്തിൻ്റെ പേര് ഓണപ്പുലരി എന്നാണ്. ഓണപ്പുലരി 2024 എന്നായിരുന്നു. ചേട്ടനാണ് നമ്മുടെ സ്വാഗത പ്രസംഗം പറഞ്ഞത്. വളരെ അപ്രതീക്ഷിതമായി നമ്മൾ പെട്ടെന്ന് അറേഞ്ച് ചെയ്ത ഈ ഓണാഘോഷത്തിലേക്ക് നിങ്ങളെല്ലാവരും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതിനുശേഷം ചേട്ടൻ സ്വാഗത പ്രസംഗം എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഓണപ്പരിപാടികളിലോട്ട് കിടക്കാൻ തുടങ്ങി. നമ്മൾ ഓണപ്പരിപാടി എന്താണെന്ന് പറഞ്ഞാൽ കുഞ്ഞു പിള്ളേരുടെ ഡാൻസ് ഉണ്ടായിരുന്നു, തിരുവാതിര, പിന്നെ സ്ഥിരം കലാപരിപാടികളായ കസേരക്കളി, ബോൾ പാസിങ്, അങ്ങനെയുള്ള കുറച്ച് പരിപാടികളുണ്ടായിരുന്നു. നമ്മൾ ഫാമിലി ആയിട്ട് കൂടിയതുകൊണ്ട് ഫാമിലിയിലുള്ളവരൊക്കെ തന്നെ എല്ലാവരും ഡാൻസും പാട്ടും കളിയും ചിരിയും ഒക്കെ ആയിട്ട് ഒരു സന്തോഷകരമായിട്ടൊരു ഓണാഘോഷമായിരുന്നു. അങ്ങനെ പിന്നെ ആൾക്കാരൊക്കെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. വളരെ നല്ല രീതിയിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാനും കാര്യങ്ങൾ പങ്കിടാനും എല്ലാം പറ്റിയൊരു ഓണമായിരുന്നു. തിരുവാതിര ഉണ്ടായിരുന്നു. തിരുവാതിരയൊക്കെ വളരെ അടിപൊളിയായിട്ട് അവർ കളിച്ചു. അതിൽ ഏറ്റവും വലിയൊരു കാര്യം വെച്ചാൽ ഇവരെല്ലാം ഒരു തവണ പോലും ഒരുമിച്ച് നിന്ന് പ്രാക്ടീസ് ചെയ്തിട്ടില്ല. ഫസ്റ്റ് ടൈമാണ് സ്റ്റേജിൽ നിന്നാണ് കളിക്കുന്നത്. പക്ഷെ അവർ എന്ത് അടിപൊളിയായിട്ട് കളിച്ചു. പിന്നെയും കുഞ്ഞു പിള്ളേർക്ക് ഒരു കുഞ്ഞു ഗെയിമായ ബോൾ പാസിങ് എല്ലാം നടക്കുന്ന സമയത്ത് നമ്മൾ സദ്യക്കുള്ള കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്യുമായിരുന്നു. ലിനോ ചേട്ടൻ ലേറ്റായിട്ട് വന്നപ്പോൾ പണിഷ്മെൻറ്റ് കൊടുത്താണ് അവിടെ ഇങ്ങനെ പാത്രം കൊട്ടാൻ വേണ്ടി നിർത്തിയേക്കുമായിരുന്നു പിള്ളേരുടെ ബോൾ പാസിങ്ങിൽ. സോ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഓരോ വിഭാഗങ്ങളുമായിട്ട് ഇങ്ങനെ വിളമ്പിക്കൊണ്ടിരിക്കുകയായിരുന്നു. എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യാറ്. നമ്മൾ പുറത്തുനിന്ന് ഒന്നുമില്ലായിരുന്നു, നമ്മൾ തന്നെയാണ് എല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. സോ എല്ലാം വിളമ്പി എല്ലാം കഴിഞ്ഞ് നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്ന് ഫുഡെല്ലാം കഴിക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യുവാണ് പതിയെ. സോ ഞാനൊക്കെ ഇപ്പോൾ പോയി ഇരിക്കാൻ വേണ്ടി പോവുകയാണ്. ആദ്യം കുഞ്ഞു പിള്ളേർ ഇരുത്തിയിട്ട് വലിയവർ ഇരിക്കാമെന്ന് വെച്ചു. പക്ഷെ നമുക്ക് ആവശ്യത്തിന് സ്ഥലം ഉണ്ടായിരുന്നുകൊണ്ട് നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കുന്നതാണല്ലോ ഏറ്റവും പ്രധാനമായിട്ട് ഓണമെന്ന് പറയുന്നത്. സോ കുറച്ച് പേര് വിളമ്പാനൊക്കെ നിന്ന് പറ്റുന്നവർ എല്ലാവരും ഒരുമിച്ചിരുന്ന് തന്നെ സന്തോഷത്തോടെ ഫുഡെല്ലാം കഴിക്കുമായിരുന്നു. നമുക്ക് എന്തുമാത്രം ഡിഷ് ഉണ്ടായിരുന്നു. നമുക്ക് സാമ്പാർ, അവിയൽ, കാളൻ, പച്ചടി, പയർ മെഴുക്കുവരട്ടി, പുളിശ്ശേരി, പപ്പടം, അത്യാവശ്യം എല്ലാം ഉണ്ടായിരുന്നു. ചിപ്സും ചക്കവരട്ടി എല്ലാം നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഒന്നും കുറച്ചില്ലായിരുന്നു. നമ്മളെല്ലാം അടിപൊളിയായിരുന്നു. ഇതെല്ലാം കൂടാതെ തന്നെ നമുക്ക് പായസം, ഇതൊന്നും കൂടാതെ നമുക്ക് വെള്ള സേമിയ പായസം ഉണ്ടായിരുന്നു. സൂപ്പറായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞ് അവസാനം ഒരു ഗ്ലാസ് ചെറിയ പച്ചമരുന്ന് നമ്മുടെ ഐറ്റം ഉണ്ടായിരുന്നു. ഈ ഫസ്റ്റ് ലാസ്റ്റ് ഇരിക്കുന്ന കപ്പിൾസിൻ്റെ ഫസ്റ്റ് ഓണമായിരുന്നു. സോ അവർക്കും അത് ഭയങ്കര ഓണമായിട്ട് എങ്ങനെയുണ്ട്? ഇവരോട് നമുക്ക് ചോദിച്ചു നോക്കാം സദ്യയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു, ഫുഡൊക്കെ ഇഷ്ടപ്പെട്ടോ എന്ന് നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. അഭിപ്രായം കേൾക്കാമല്ലോ നമുക്ക്. എങ്ങനെയുണ്ട് സദ്യ? എങ്ങനെയുണ്ട്? അടിപൊളി സദ്യ. എല്ലാവരും അവനവൻ്റെ വീട്ടിൽ ഉണ്ടായിരിക്കുന്നതുകൊണ്ട് നല്ലൊരു ഗ്രഹാതുരത്വമുണ്ട്. വളരെ രുചികരമാണ്. അടിപൊളി. ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞു. നമ്മൾ തന്നെ ക്ലീനിങ് പ്രോസസ്സ് എല്ലാം കഴിഞ്ഞതിന് ശേഷം വീണ്ടും നമ്മൾ ഗെയിമിലോട്ട് കടന്നിരിക്കുന്നു. നമ്മൾ ഓരോരുത്തർക്കും ഓരോ ടാസ്ക് കൊടുത്ത് ആ ടാസ്ക് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക എന്നുള്ളതായിരുന്നു നമ്മുടെ ഇത് ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ടുള്ള ഗെയിം. സോ ഗെയിം ഇതാ സ്റ്റാർട്ട് ചെയ്തു. ഇവരെന്ന് പറയുന്നത് എല്ലാവർക്കും മാതൃകയാക്കാൻ പറ്റിയ ഒരു നല്ല ഐഡിയൽ കപ്പിൾസാണ് വീണ ചേച്ചിയും ചേട്ടനും. അവർക്ക് കിട്ടിയ ടാസ്ക് ഡാൻസ് കളിക്കുക എന്നുള്ളതാണ്. സോ അടുത്ത ടാസ്കിന് വേണ്ടി പോകുന്നു. സീക്രട്ട് പറയാം.
അടുത്തത് ഈ ടാസ്ക് എന്ന് വെച്ചാൽ ഗിറ്റാർ വായിക്കുമായിരുന്നു. പക്ഷേ ഈ ഒരു ഗെയിമിൻ്റെ ഏറ്റവും വലിയ ട്വിസ്റ്റ് എന്തെന്ന് വെച്ചാൽ നമുക്കൊരാളുടെ പേര് കിട്ടിയിട്ട് അവരുടെ പേരിൽ നമ്മളൊരു ടാസ്ക് എഴുതുമായിരുന്നു. പക്ഷേ ഇതിൻ്റെ അകത്തൊരു ട്വിസ്റ്റ് എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതിയ ടാസ്ക് നമ്മൾ തന്നെ ചെയ്യണമായിരുന്നു. അതാണ് ടാസ്ക്. ഇവൻ ആർക്കോ പണി കൊടുക്കാൻ വേണ്ടി എഴുതിയ ടാസ്ക്കാണ് പുഷപ്പ് എടുക്കുക. അവസാനം അവൻ 15 പുഷപ്പ് എടുക്കേണ്ടി വന്നു. നമുക്ക് എല്ലാവരെയും കൊണ്ട് ഗെയിം കളിപ്പിക്കാനൊന്നും സമയമില്ലായിരുന്നു. പക്ഷെ പറ്റുന്നവരെയൊക്കെ കൊണ്ടെല്ലാം കളിപ്പിച്ചു. നമ്മളെല്ലാവരും അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് വളരെ സന്തോഷമായിട്ട് ഈ ഒരു പരിപാടിയോടുകൂടെ നമ്മുടെ ഓണത്തിൻ്റെ ഗെയിംസ് എല്ലാം അവസാനിച്ചു. പിന്നെ വന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും ഒരു കുഞ്ഞിന് പോലും സങ്കടമാവാത്ത രീതിയിൽ എല്ലാ കുഞ്ഞുങ്ങൾക്കും ഗിഫ്റ്റ് കൊടുത്ത്, ഫസ്റ്റ് പ്രൈസ് സെക്കൻഡ് പ്രൈസ് ഒന്നും അങ്ങനെ ഒന്നുമില്ല, എല്ലാ കുഞ്ഞു പിള്ളേർക്കും ഗിഫ്റ്റ് കൊടുത്ത് എല്ലാവർക്കും സന്തോഷമായി. ചേട്ടനാണ് നന്ദി പ്രസംഗം പറഞ്ഞത്. നന്ദി പ്രസംഗം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഈ പരിപാടി ഇവിടെ അവസാനിച്ചിരിക്കുന്നു. അതിനുശേഷം നമ്മൾ മിച്ചം വന്ന ഫുഡെല്ലാം നമ്മൾ അവരവൻ്റെ വീട്ടിലോട്ട് ഭാഗിച്ചെടുത്ത് കൊണ്ടുപോവുകയും അതിനുശേഷം ആ ഹോള് ക്ലീൻ ചെയ്യുക, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹോള് ക്ലീൻ ചെയ്യുകയും ചെയ്തു. സോ ഹാപ്പി ഓണം. എൻ്റെ കൂട്ടുകാരുടെ വകയും എല്ലാവർക്കും ഹാപ്പി ഓണം. താങ്ക് യു ഫോർ വാച്ചിങ്.